السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റിയാദു സ്വാലിഹീൻ 27-ാമത്തെ ബാബ്. ഇന്നത്തെ ബാബ് തഅലീമി ഹുറുമാത്തിൽ മുസ്ലിമീൻ വ ബയാനി ഹുഖൂഖിഹിം വ ശഫഖത്തി അലൈഹിം വ റഹ്മത്തി. മുസ്ലിമീങ്ങൾക്കുള്ള ഹുറുമാത്തുകളെ ബഹുമാനിക്കുക. മുസ്ലിമീങ്ങളെ ഹുറുമാത്തുകളെ ബഹുമാനിക്കാൻ ചെന്നെങ്കിൽ അത് ഞങ്ങൾക്കതിലെ മുസ്ലിമീങ്ങൾക്കുള്ള ഹുറുമാത്തുകൾ ചെന്നെങ്കിൽ ഞങ്ങൾക്കത് അതിനെ നിസാരപ്പെടുത്തുകയോ ബലക്കളയുകയോ തീരാത്ത എനിക്കത്തെ കാര്യങ്ങൾ. അത് അവൻ്റെ മര്യാദയാവാം, അവൻ്റെ കുടുംബ പരമ്പരയാവാം, അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനമാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബഹുമാനിക്കണം എന്ന് കൽപ്പിക്കുന്ന ബാബ്. പിന്നെ അങ്ങനെ ഹക്കുകളെ വിവരിക്കുന്ന ബാബ്. അങ്ക് കരുണ ചെയ്യണം, അങ്ക് കൃപ കാട്ടണം എന്നൊക്കെ വിവരിക്കുന്ന ബാബായിട്ട് ഇന്നത്തെ ബാബ്. അത് വശഫഖത്തി അലൈഹിം, അങ്ക് കൃപ കാട്ടുക, വറഹ്മത്ത് അങ്ക് കരുണ ചെയ്യുക, ഇതെല്ലാം വിവരിക്കുന്ന ബാബായിട്ട്. എന്നാൽ ഈ ബാബില് മുസ്ലിമീങ്ങൾ പരസ്പരം എങ്ങനെ വേണം എന്ന് വിവരിക്കുന്നതായിട്ട് അതിൽ തുടക്കത്തിൽ ചെന്ന ചില ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഖാല അല്ലാഹു തആല വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി. അല്ലാഹുവിന്റെ ഹുറുമാത്തുകളെ ഒരുത്തൻ ബഹുമാനിച്ചാൽ റബ്ബിന്റെ അടുക്കൽ അവനക്ക് ഖൈറാണ്. അള്ളാഹുടെ ഹുറുമാത്തുകൾ ചൊന്നെങ്കിൽ എന്തിനെ? അത് അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളെ ഒരുത്തൻ ബഹുമാനിച്ചു. അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ അതിനെ ആദരിക്കാൻ ചൊല്ലി അത് ചെയ്യാണ്ടിക്കലായിട്ടിക്കട് ഒരർത്ഥായിട്ടിക്കട് അതൊക്കെ വിവരിച്ചു. പിന്നെ ഹുറുമത്തും ചൊന്നെങ്കിൽ അള്ളാഹുടെ ഹുറുമത്തും ചൊന്നെങ്കിൽ അള്ളാഹു തആല നിർബന്ധമാക്കിയ ഞങ്ങളൊട്ട് കൽപ്പിച്ചതായ കാര്യങ്ങളൊക്കെ എന്താക്കുക, അതിനെ ഹക്ക് പോലെ നിറവേറ്റുക എന്നുള്ളത്, അതിൽ അതിർ വിട്ട് കടക്കുക തീര എന്നുള്ളത്. പിന്നെ ഹുറുമാത്തിനർത്ഥ ഇത് ഇബാദത്തുകൾ, ഇപ്പം നിസ്കാര, നോമ്പ്, ഹജ്ജ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ബഹുമാനിക്കുക. പ്രത്യേകിച്ചും ഹജ്ജേതായ കാര്യം, ഇപ്പം കഅബ, ഹജറുൽ അസ്വദ്, സഫ, മർവ, അറഫ ഭൂമി, ഇവിടൊക്കെ ഞങ്ങൾ പോയിട്ട് ഇബാദത്ത് ചെയ്യലുണ്ട് ഹജ്ജുമായി സംബന്ധപ്പെട്ട്. പക്ഷെ അതൊക്കെ അള്ളാഹു തആല ബഹുമാനിച്ചത് എന്നർത്ഥം. അപ്പൊ ഈ കഅബ ഇതൊക്കെ അതിൽ ബന്ത്, മക്കയും അതിൽ ബന്ത്, പള്ളി അതിൽ ബന്ത്, മക്കത്തെ പള്ളി. അപ്പോ ഈ അള്ളാഹുടെ ഹുറുമാത്തുകൾ എന്നതിനർത്ഥം ഞങ്ങൾക്ക് അത് നിസാരപ്പെടുത്തുക ഹലാലല്ലാതെ. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളും ബന്ത്, അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളും ബന്ത്, അള്ളാഹു ബഹുമാനിച്ച കാര്യങ്ങളും ബന്ത്. അതിന് മുസ്ലിമീങ്ങളെ അഭിമാനം ബന്ത്, പരസ്പര ബല ബന്ത്, ഗൗരവ ബന്ത്, ഇതെല്ലാം നിസാരപ്പെടുത്തുക തീര ആദരിക്കേണ്ടതിൽ ആദരിക്കണം. സൂറത്തുൽ ഹജ്ജിലായിട്ട് അല്ലാഹു തആല ചൊന്നത് വഖാല തആല വമൻ യുഅല്ലിമു ശആയിറ അല്ലാഹി. അല്ലാഹുവിന്റെ ശിആറുകളെ വർത്തം ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന തഖ്വയായിട്ട്. അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കാൻ ചെന്നെങ്കിൽ എന്തരെ? അള്ളാഹുടെ ശിആറുകൾ ചെന്നെങ്കിൽ ദീനിൽ ബല കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അതിലും ഏത് ബന്ത്? ഈ കഅബ, ഹജ്ജ്, അറഫ, മക്കത്തെ പള്ളി, ഇതുപോലത്തെ അള്ളാഹു കഅബ, ഹജറുൽ അസ്വദ്, അതിൽ ബന്ത്, മഖാം ഇബ്രാഹിം. അപ്പൊ അള്ളാഹു ബഹുമാനിച്ചതിലെല്ലാം ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ പള്ളി, മഹാന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഇതൊക്കെ അള്ളാഹു തആല ബഹുമാനിച്ചതിലൊക്കെ ബഹുമാനിക്കുക. അപ്പൊ അത് ഹൃദയത്തെ തഖ്വയിൽപ്പെട്ടത്. അപ്പൊ ആയത്തിലൊരു ചെറിയ വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ ഞങ്ങൾ ബഹുമാനിക്കല അല്ലേ? എന്താ അത്? അള്ളാഹു ബഹുമാനിക്കൊണ്ട് കൽപ്പിച്ചതായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഉസ്താദുമാരെ ബഹുമാനിക്കുക, പണ്ഡിതന്മാരെ ബഹുമാനിക്കുക, തങ്ങന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക. അതൊക്കെ അള്ളാഹു തആല ഞങ്ങളൊട്ടുക്ക് ബഹുമാനിക്കൊണ്ട് കൽപ്പിച്ചതായിരിക്കും. അതൊക്കെ തഖ്വയായിരിക്കണം. അള്ളാഹു ചെയ്ത തഖ്വ, അല്ലാണ്ട് അങ്ങക്ക് തഖ്വ ചെയ്തല്ല. ഞങ്ങൾ തഖ്വ ചെയ്തത് അള്ളാഹ് ചൊന്നത് പോലെ കേൾക്കണല്ലേ. അപ്പൊ അള്ളാഹു തആല ചൊന്നത് പോലെ കേൾക്കുക എന്ന് നന്നായിട്ട് തഖ്വ. രായത്തിൽ ഹിരിയ വ്യക്തി നിൽക്കുക, തലയുടെ മുടി പോലത്തെ വയസ്സായ ആൾ മാറിക്കിടാറ്, അങ്ങനെ ബഹുമാനിക്കുക. അപ്പൊ അങ്ങനെ ബഹുമാനിക്കാന്ന് അത് അള്ളാഹു ചെയ്ത ഇബാദത്ത് തന്നെയായിട്ട് അത് ഹൃദയത്തിൽ നിന്നുണ്ടാവിടെ തഖ്വ. കാലത്താല നബിയെ നിങ്ങളെ നിങ്ങളെ റെക്കയുടെ മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ താത്തി കൊടുക്കൂ എന്നായിട്ട് അതിലർത്ഥം. എന്തായിട്ട് അതുകൊണ്ടുള്ള ഉദ്ദേശം? അങ്ങോട്ട് താഴ്മയും അങ്ങോട്ട് കൃപയും വേണം.
എന്നായിട്ട് മുഅ്മിനീങ്ങളോട്ട് കണ്ട് കൃപ കാട്ടണം, താഴ്മ ചെയ്യണം. വകാലത്താല ഇനറായത്ത് നോക്കൂ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരുത്തനെ കൊന്നതൊക്കെ പേരായിട്ട് കൊന്നതെന്തുമല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയൊന്നുമല്ല, എന്നാ അവൻ ഇടീ ജനങ്ങളുമേ കൊന്നതുപോലെ, എല്ലാവരും കൊന്നതുപോലെ. ഒരുത്തൻ ഹയാത്താക്കിയാൽ, ഒരു ശരീരത്തോർത്ത ഹയാത്താക്കിയെങ്കിൽ ഒമൻ അയ്യാഫക്കാന്ന ജമിയ, അവൻ എല്ലാവരും ഹയാത്താക്കിയതുപോലെ. ഹയാത്താക്കലെങ്ങനെ ഞങ്ങൾക്ക് ഹയാത്താക്കൂടാ? അപ്പൊ ഹയാത്താക്കലെന്ന് ചെന്ന് ഒരു മുഅ്മിനെ രക്ഷപ്പെടുത്തിയെങ്കിൽ, ഒരു മനുഷ്യരെ രക്ഷപ്പെടുത്തിയെങ്കിൽ അവൻ ഇടീ മനുഷ്യ സമൂഹത്തിനെ രക്ഷപ്പെടുത്തിയതുപോലെ. വെറുതെ ഒരു മനുഷ്യരെ കൊന്നേൻ കണ്ടെങ്കിൽ അവൻ ഇടീ മനുഷ്യ സമൂഹത്തിനെ കൊന്നവനെ പോലെ എന്നായിട്ട് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. അപ്പൊ മനുഷ്യന്മാരായ ഞങ്ങൾ പരസ്പരം ജീവിക്കുമ്പോൾ പരസ്പരം എന്താക്കണം, ഗൗരവത്തോടെയും പരസ്പരം ബഹുമാനത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടി ആയിട്ട് ജീവിക്കേണ്ടത്. ഇസ്ലാം കൊല്ലകുബേനായി കൽപ്പിച്ചിട്ട്, അദ്ദേഹത്തിന് കൊന്നവന്റെ കൊല്ലകുബേനായി കൽപ്പിച്ചത്. അല്ലെങ്കിൽ മങ്ങലായവന് വിഭജിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം എരിഞ്ഞു കൊല്ലം കൽപ്പിച്ചിട്ട്. അങ്ങനെയുള്ള ഇതല്ലാണ്ട് പിന്നെ ചില യുദ്ധങ്ങളൊക്കെ നടന്നത് കാണാം. അത് റായത്തെ നിലനിൽപ്പ് വേണ്ടിയായിട്ട്, അത് റായത്തെ ആവശ്യത്തിന് വേണ്ടിയായിട്ട്. കാരണം ഞങ്ങൾ നിലനിൽക്കണമെങ്കിൽ പിന്നോർത്തെ ഞങ്ങൾ കൊല്ലുമ്പത്തുകോ അല്ലെങ്കിൽ പിന്നോർത്തെ എതിർക്കുമ്പത്തുകോ ഞങ്ങൾക്ക് അവന് മനുഷ്യല്ലേ ചെന്നിട്ട് തല താത്തി കൊടുക്കുകയല്ലേ. അവിടെ ഞങ്ങളെ നിലനിൽപ്പിടെ ആവശ്യത്തിന് വേണ്ടി പൊരുതേണ്ടി പണ്ട് എന്നല്ലാണ്ട് അത് കൊല്ലണമെന്നുള്ള മനസ്സുന്നത് കൊണ്ട് ചെയ്തതൊന്നുമല്ല. അൽ മാഇദ. അപ്പൊ 35 ആയത്. അപ്പൊ ഈ ആയത്തുകളിലൊക്കെ ചെന്നത് എന്താ, എങ്ങനെ മനുഷ്യന്മാർ മുസ്ലിമീങ്ങൾ പരസ്പരം എങ്ങനെ പെരുമാറണം, മനുഷ്യന്മാരൊട്ടി എങ്ങനെ വേണമെന്നുള്ളത്. 222 ഹദീസ് ഈ ബാബിൽ കൊടുത്ത ഫസ്റ്റ് ഹദീസ്. അബീ മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിനുക്ക് ബുനിയാൻ ബിൽഡിംഗിനെ പോലെ ആയിട്ടിരിക്കണം. യശുദ്ധു ബഅ്ദുഹു ബഅ്ദ, അങ്ങനെ ആ ബിൽഡിംഗ് ചിലതിനെ ശക്തിപ്പെടുത്തുകയാണ്. ഇപ്പൊ കല്ല് നിങ്ങൾ നോക്കൂ, ഈ ബിൽഡിങ്ങിന്റെ കല്ലിങ്ങനെ കെട്ടുമ്പോൾ പില്ലർ ഇടുമ്പോൾ അത് പരസ്പരം കൂടിയിട്ടായിട്ട് നിൽക്കട്ടെ, ചേർന്ന് നിൽക്കട്ടെ. അത് ഒന്നുക്ക് ശക്തി കൊടുക്കരുതെന്ന് അർത്ഥം. മേലത്തെ കല്ലിടെ അപ്പുറത്തെ കല്ല് താങ്ങിയുള്ളൂ, ഇടത്തും വലത്തുള്ള കല്ലിടെ അത് അപ്പുറം നീങ്ങാത്തതുപോലെ നോക്കിയുള്ളൂ. അതുപോലെ ചുറ്റുക്ക് ബെൽറ്റ് ഇട്ടർ എന്ത് അപ്പുറം ബിൽഡിങ് പില്ലർ കെട്ടുമ്പോൾ പില്ലർ ഇടുമ്പോൾ അതിന് ചുറ്റുക്ക് ബിൽഡിങ്. അപ്പൊ ഇതെല്ലാം എന്തോന്ന് പരസ്പരം കടിച്ചു പിടിച്ചോളൂ. അപ്പൊ അങ്ങനെ ആയിട്ട് മുഅ്മിനീങ്ങൾ വേണ്ടത് എന്ന് ചിലർ എന്താക്കണം, അത് ഒരു മുഅ്മിൻ പിന്നൊരു മുഅ്മിനിക്ക് എടുപ്പ് ബിൽഡിംഗ് പോലെ ആയിട്ട് യശുദ്ധു ബഅ്ദുഹു ബഅ്ദ, ആ ബിൽഡിംഗ് ചിലതിനെ ശക്തിപ്പെടുത്തും. വശബ്ബക ബൈന അസ്വാബി, നബിന്റെ വിരലുകൾക്കിടയിൽ നബി കോർത്തു, ഇങ്ങനെ നബി ആക്കി കൊടുത്തിട്ട്. മുത്തഫഖുൻ അലൈഹി. 223 വഅൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ ഖാല, അബൂ മൂസ റളിയല്ലാഹു അൻഹു ചെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മർറ ഫീ മശൈഇൻ മിൻ മസാജിദിനാ അസ്വാഖിനാ, ഞങ്ങളെ പള്ളികളിലോ ഞങ്ങളെ അങ്ങാടിയിലൂടെയോ ഒരുത്തൻ നടന്നു പോകേണ്ടതുണ്ടെങ്കിൽ വമഅഹു നബുലുൻ, അവൻ്റെ ഒട്ടിക്ക് അമ്പുണ്ട്, അമ്പ് ബില്ലും അമ്പ് കൊണ്ടൊന്നല്ല, ആ അമ്പ് അതിൽ മന ദൂഞ്ചിക്കിട്. അപ്പൊ അതുണ്ടെങ്കിൽ ഫല്യുംസിക്ക്, അതിനവൻ പിടിച്ചോണ്ട് കയ്യില്. അല്ലേ നബി ചെന്ന ഔലിയഖ്ബിൽ അലാ നിസാലി, അതിനെ മൊനയുടെ അവൻ പിടിച്ചോളണം. കാരണം ഇത് ദൂഞ്ചിക്കിട്, ആ മൊനയുടെ ഞാൻ കയ്യിൽ പിടിച്ചോളണം. എന്തിനേക്കൊന്നില്ല ബി കഫി യദ, അവന്റെ കൈ കൊണ്ട് അതിൽ പിടിച്ചോളണം. ആ യുസീബ അഹദം മിനൽ മുസ്ലിമീന മിൻഹ ബിശൈഇൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് അത് എത്താണ്ടിക്കോബേനായിട്ട്. മുത്തഫഖുൻ ചെന്നെങ്കിൽ ഇത് മൊന പിടിക്കോബേനായിട്ട് ചെന്നതെന്ന് തോന്നിയെങ്കിൽ ഓൻ പള്ളിയിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ആൾമാർ വേറെങ്ങില്ലേ, അങ്ങാടിയിൽ നടക്കുമ്പോൾ വേറെ ആൾമാരില്ലേ. അപ്പൊ ഇതിനെ മൊന ദൂഞ്ചിക്കിട്, ഈ മൊന ആരെങ്കിലും തട്ടിട്ട് ഉപദ്രാവണ്ണ ഉണ്ട്. അപ്പൊ അതിനെ മൊനയുടെ ഓൻ കൈക്കൊണ്ട് എന്താക്കിയോട്ട് പിടിച്ചോട്ടും പിന്നോർത്തൊക്കെ താണ്ടിട്ട് ഉപദ്രാവണ്ണ. അപ്പൊ എത്ര സൂക്ഷ്മത പോലെ അല്ലെ. അതിപ്പോ അണ്ടത്തെ കാലത്ത് ബില്ലും അമ്പും കൊണ്ട് നടക്കടേ സാധാരണ ആൾമാർ കയ്യിൽ പോകുമ്പോഴത്തേക്ക്, ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇന്നതുപോലെ അണ്ടത്തെ ആൾമാരുടെ കയ്യിൽ ഇന്ന വസ്തു ആയിട്ടിട്ട് ബാല് ബില്ല് ബടി ഇതുപോലത്തെ വസ്തുക്കൾ. കാരണം അതങ്ങനെ പറത്തിലിയുമ്പത്ത് അങ്ങ് പിടിച്ചുന്ന വസ്തു ആയിട്ടിട്ട്. കാരണം ഇന്നത്തെ പോലെ പോലീസ് സ്റ്റേഷൻ ഇല്ല, കോർട്ടില്ല, സ്റ്റേഷൻ എന്തും ഇല്ല.
അണ്ടത്തെ ആൾമാരൊക്കെ ജീവൻ അങ്ങനെ ആയിട്ട് അല്ലെ ಪ್ರೊಟೆಕ್ಷನ್ ಆ ರಾಯತ್ತಂಗ ಒಟ್ಟಿಗೂ ಸೇರಿಟ್ಟ ಹಾಕಡೆ അപ്പൊ റായത്താരെങ്കിലും അറ്റാക്കാക്കോ ബന്നിട്ടുണ്ടെങ്കിൽ ഒగ్గട്ടായിട്ട് അങ്ങ് എതിർക്കിടാറ്. അപ്പൊ യുദ്ധം നടന്നത് മുസ്ലിമീങ്ങളിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അണ്ടത്തെ റായത്തെ നിലനിൽപ്പും ആവശ്യകതയും റായത്തെ ഭദ്രതയും അങ്ങനെയായിട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടായിട്ട് ഇവിടെ അങ്ങനെ യുദ്ധം നടന്നത്. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലാത്ത ആൾമാരും ആ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്തത്. അപ്പോൾ ബദർ, ഉഹുദ്, ഖന്തഖ് ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടില്ല. അത് മുസ്ലിമീങ്ങൾ മാത്രം ചെയ്തതല്ല. ആ കാലഘട്ടത്തിൽ ആ റായത്തെ, പണ്ടത്തെ കാലത്തെ റായത്തിന്റെ നിലനിൽപ്പൊക്കെ അങ്ങനെ തന്നെ ആയിട്ടിക്കിട്. അപ്പൊ ആ റായത്തെ ഭദ്രത്തെ അങ്ങനെ തന്നെ ആയിട്ടിക്കിട്. അപ്പൊ ഏതെങ്കിലും ഒരു റായത്തങ്ങ അറ്റാക്കാക്ക് വന്നെങ്കിൽ ഈ റായത്തങ്ങ ഒగ్గട്ടായിട്ട് ഒട്ടു സേരിട്ടായിട്ടിക്കിട് അങ്ങനെ യുദ്ധമാക്കിട്. ആ പണ്ടത്തെ കാലത്ത് ജീവൻ അങ്ങലത് അങ്ങനെ. അപ്പൊ നടന്നുകൊണ്ട് പോകുമ്പോഴത്തും ഇത് ഈ മനുഷ്യന്മാർക്ക് താകിടെ എനിക്കെത്തതോ ഗായവിടെ എനിക്കെത്തതോ മുറിയാവിടെ എനിക്കെത്തതോ ഇല്ലെങ്കിൽ ಅದಕ್ಕೆ എന്തെങ്കിലും ഇപ്പം ഞങ്ങൾ സാധാരണ ഒരു പിന്നെ വലിയ ചിലപ്പോൾ ഗാഡിയിൽ ചെറിയ ഗാഡിയിൽ വലിയ വസ്തു കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇപ്പം സ്റ്റീൽ ബിൽഡിംഗ് കെട്ടിലേക്ക് റോഡ് ഇരുമ്പ് ഇതെല്ലാം ഇക്കടല്ലേ, ഇക്കിടനായ ഇരുമ്പ് സ്റ്റീലല്ല, അതിപ്പോൾ പിക്കപ്പിലെല്ലാം കൊണ്ടുപോകുമ്പോൾ അതിരെ എതിർത്ത് ഒരു ചുവന്നൊരു കൊടി കെട്ടിട്ടുണ്ട് ഒരു തുണ്ട പോലും, അല്ലെങ്കിൽ കടക്ക് അത് കെട്ടണം. എന്തോ നിങ്ങൾ പിറവത്തെയോ എതിർത്തോ പണ്ട് ആൾമാർക്ക് ഗൊന്താവോ വേണേ അതങ്ങൾക്ക് താകാത്തത് പോലെയുള്ള ആ ജാഗ്രത അത് പാലിക്കേണ്ടത് തന്നെ ഏറ്റിരിക്കണം. അതുകൊണ്ട് ഇസ്ലാം ആണ്ട് ചൊന്നറിയാന് ഇങ്ങനെ മനുഷ്യന്മാർക്ക് താണ്ടിട്ടെങ്കിൽ ഉപദ്രവട്ടെങ്കിൽ ഓർത്ത മനുഷ്യന്മാരുടെ ഇടയിൽ പോകുമ്പോൾ അതിനെ മൊനെ പിടിച്ചോണ്ട് പോകണം എന്നുള്ളത്. അപ്പൊ ജാഗ്രത ചെന്ന് പിന്നൊരുത്തക്ക് ഉപദ്രവാത്തത് പോലെയുള്ള ആ ജാഗ്രത പാലനയാക്കണം എന്നായിട്ടിരിക്കുന്നത് ഇസ്ലാം കൽപ്പിക്കുന്നത്. 224 وعن النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതലുൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾക്കുള്ള ഉപമ ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം. അങ്ങനെ തവാദ്ദുൽ തറാഹും, തവാദ്ദുന് പരസ്പരം പിരിസം വെക്കുക, തറാഹും ചെന്ന് പരസ്പരം കരുണ കാട്ടുക, തആതുഫ് പരസ്പരം കൃപ ചെയ്യുക. ഇതിലെല്ലാം അങ്ങനെ ഉദാഹരണം മസലുൽ ജസദി ഒരു ശരീരം പോലെയാണ്. ഇസ്തഖാമിൻഹു ഉദുവൻ, അതിൽ നിന്ന് ഒരവയവത്തിൽ എന്തെങ്കിലും ഒരു ഇടങ്ങേറായെങ്കിൽ തദാഅലഹു സായിറുൽ ജസദ്, മറ്റുള്ള അവയവങ്ങളും അത് അതുക്ക് വേണ്ടി എന്താക്കുന്നു, ഉറക്കൊയ്ക്കൽ കൊണ്ടും വല്ല പനി കൊണ്ടും മറ്റുള്ള അവയവങ്ങൾ അതിനു വേണ്ടി കൂടുന്നു എന്നുള്ളത് മുത്തഫഖുൻ അലൈഹി. അപ്പോൾ മോമിനിങ്ങളെ ഉദാഹരണം എങ്ങനെ വെച്ചെങ്കിൽ ഒരു ശരീരത്തെ പോലെ, ശരീരത്ത് ഒരു ബെർല് ഗായത്ത് ബെർല് കുത്തെടുക്കുന്നുണ്ടായെങ്കിൽ കൈ, കാല്, മുഖ, ഞങ്ങളെ തല, കണ്ണ് എല്ലാം അത് ബെർല് അവൻ കുത്തെടുത്തോണ്ടിരിക്കട്ടെ, ഞങ്ങളുടെ ഉറങ്ങിടാൻ ചെന്നിട്ട് ബാക്കിയുള്ളത് ഉറങ്ങിടാം. ഒരു ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നൊമ്പലാകുമ്പോൾ ബാക്കിയുള്ള ഭാഗം അതിലെന്താവും, ഭാഗ്യമാവും ശാരദ് എന്നതുപോലെ ആയിട്ട് മോമിനിങ്ങളെ ഉദാഹരണം. ഒരു മോമിനൊക്കെ നൊമ്പലാകുമ്പോൾ ഞങ്ങൾക്കും അതിൽ നൊമ്പല വേണം. ഒരു മോമിനിക്ക് എന്തെങ്കിലും ഒരു സങ്കടത്തുമ്പോൾ ഞങ്ങൾ അതിൽ ബേജാറ് വേണം. ഒരു മോമിനിക്ക് എന്തെങ്കിലും ഒരു നല്ലതെത്തുമ്പോൾ അതിൽ ഞങ്ങൾക്ക് സന്തോഷം വേണം. അല്ല, ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബായിൽ ചൊല്ലത്ര സുലഭെന്തുമല്ല. പിന്നെ ഒരു മുസ്ലിമൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു വിഷയം കിട്ടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുകൊള്ള ഞങ്ങളെ നാവ് പൊങ്ങണം. അത് ഞങ്ങൾ ആ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കണം. നാളെ മനസ്സ് ചിലപ്പോൾ ഇത് കാണും, അത്തരം സന്ദർഭങ്ങളിൽ അതിനെ മാറ്റിയെടുക്കുകയുള്ള. അപ്പോൾ മുസ്ലിമുക്ക് ഒരു നല്ല എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എടുത്ത് അവൻ ഡെവലപ്മെൻറ്റായി ബിസിനസ്സിൽ വലിയ ഉയർച്ച വളർത്തിയ അല്ലെങ്കിൽ ആകെ കെട്ടിയാൽ ഒരു ഗാഡി എടുത്ത് അൽഹംദുലില്ലാ ചൊല്ലുന്ന അവലെ നാവിടെ ഞങ്ങൾ പൊക്കണം. എന്നെ ആവ് ചിലപ്പോൾ വേണ്ടാ ചൊല്ലും, എന്നാലും ഞങ്ങൾ എന്താക്കണം, ഹഠത്തിൽ ചൊല്ലുവാട്ടണം. അങ്ങനെ ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കണം. അതായിട്ട് ഇത് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു അവയവത്തെ പോലെ ഒരു ശരീരത്തെ പോലെ ഇതസ്തഖാമിൻ ഉദുവൻ, ആ ശരീരത്തിൽ നിന്നുള്ള ഒരു അവയവം എന്തെങ്കിലും നൊമ്പലൈത്തൻ കണ്ടെങ്കിൽ തദാഅലഹു സായിറുൽ ജസദി, മറ്റുള്ളതായ ശരീരത്തിങ്ങളതാ അതിലേക്ക് വേണ്ടി ബിസ്സാരി വറക്കൊയ്ക്കൽ കൊണ്ടും വൽഹുമ്മ പനി പിടിക്കൽ കൊണ്ടും അതിലേക്ക് വിളിക്കുന്നു. ചൊന്നതിൻ്റെ അർത്ഥം ബെർലുകൾ നൊമ്പലാകുമ്പോൾ ഇടീ തടിയെ ചിലപ്പോൾ പനിവുണ്ട്, നൊമ്പലാവും, വറക്ക് പണ്ടില്ല. അപ്പൊ അത്ര സഹകരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കുന്നത് മുസ്ലിമീങ്ങൾ പരസ്പരം വേണ്ടത് എന്നായിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ കൊടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.